വെൽക്കം. തഹ്മാനാണ്. എൻഡോക്രൈൻ ഫാർമക്കോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ ആൻഡ്രോജൻസിനെ കുറിച്ചിട്ടാണ്. ഫിസിയോളജി ആൻഡ് ഫാർമക്കോളജി ഓഫ് ആൻഡ്രോജൻസ്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ നമുക്ക് ആൻഡ്രോജൻസിനെ കുറിച്ച് പറയണം, റിലേറ്റഡ് മരുന്നുകൾ, അനബോളിക് സ്റ്റിറോയിഡ്സ്, സോ ഇവയെ കുറിച്ചും നമുക്ക് പറയണം. ഈ ആൻഡ്രോജൻ എന്ന വാക്കിന്റെ അർത്ഥം ബേസിക്കലി മെൻ, പുരുഷൻ, പവർഫുൾ എന്നൊക്കെ പറയുന്നതാണ് ഇതിന്റെ അർത്ഥം. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ, ആൻഡ്രോജൻ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. ആൻഡ് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ടെസ്റ്റോസ്റ്റിറോൺ ആണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ശരീരത്തിൽ തന്നെ സ്വാഭാവികമായിട്ടുള്ള ആൻഡ്രോജനിക് ഹോർമോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇത് പുരുഷന്മാരിൽ പ്രധാനമായിട്ടുണ്ടാകുന്നത് ടെസ്റ്റിസിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓഫ് ലേഡി അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. ഒരു ദിവസം 5 to 12 മില്ലിഗ്രാം വരെയൊക്കെ ഉണ്ടായേക്കാം. ആൻഡ് കുറച്ചുണ്ടാകുന്നത് അഡ്രീനൽ കോർട്ടക്സിൽ നിന്ന് ഒരു ഏകദേശം ഒരു 5% ഒക്കെ ഉണ്ടായേക്കാം. ആൻഡ് അഡ്രീനൽ കോർട്ടക്സിൽ നിന്ന് ഉണ്ടാകുന്നത് വീക്ക് ആൻഡ്രോജൻസ് ആണ്. ഉദാഹരണം ഡീഹൈഡ്രോ എപി എന്ന് എഴുതുക, എപി ആൻഡ്രോസ്റ്റിറോൺ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതാണ് അഡ്രിനൽ കോർട്ടക്സിൽ നിന്നുണ്ടാവുന്ന ഒരെണ്ണം. വേറൊരെണ്ണം ആൻഡ്രോസ്റ്റീൻ ഡൈഓൺ ആണ്. സോ ഇത് രണ്ടും അപ്പോൾ വീക്കാണ് ഉണ്ടാകുന്നത് അഡ്രിനൽ കോർട്ടക്സിൽ നിന്നാണ്. അപ്പൊ സ്ത്രീകളിൽ ഇത് ഉണ്ടാവുന്നത് കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നാണ്. അതിൽ നിന്ന് കുറച്ചുണ്ടാവുന്നു. ദെൻ വീണ്ടും അഡ്രിനൽ കോർട്ടക്സിൽ നിന്നും ഉണ്ടാവും. ഈ ആൻഡ്രോജൻസ് എല്ലാം ബേസിക്കലി ഉണ്ടാകുന്നത് കൊളസ്ട്രോളിൽ നിന്നാണ്. സോ ദീസ് ആർ പ്രൊഡ്യൂസ് ഫ്രം കൊളസ്ട്രോൾ. നമ്മളത് ഈസ്ട്രോജൻ സിന്തസിസിൽ പറഞ്ഞാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആൻഡ് പോസ്റ്റ് മെനപ്പോസൽ വുമൺ, ഇവരിൽ അഡ്രീനൽ കോർട്ടക്സിൽ നിന്നുള്ള ആൻഡ്രോജനിൽ നിന്ന് ഉണ്ടാകുന്ന ഈസ്ട്രോജൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. കാരണം അവർക്ക് അവരുടെ ഓവേറിയൻ ഫംഗ്ഷൻ ഒക്കെ നിലച്ചു കഴിഞ്ഞു. സോ അവർക്ക് ആൻഡ്രീനൽ കോർട്ടക്സിൽ നിന്ന് ആദ്യം ആൻഡ്രോജൻ ഉണ്ടാകുന്നു, അതിൽ നിന്നുണ്ടാകുന്ന ഈസ്ട്രോജൻ വേണം എന്ന് നമ്മൾ ഓർക്കും. ആൻഡ് ഈ ആൻഡ്രോജനും മറ്റ് അതർ സെക്സ് ഹോർമോൺസ് എല്ലാം ബ്ലഡിലൂടെ പോകുന്നത് എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് ബൈ സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിനിൽ ഒട്ടിച്ചേർന്നിട്ടാണ് ഇവ പോവുക. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബൈൻഡ് ടു ആൽബുമിനിലും ഒട്ടിച്ചേരാം. സോ ബോണ്ട് ഫോം ഇനാക്റ്റീവ് ആണ്. സോ ചേർന്ന് പോകാത്ത ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ ആയിരിക്കും ആക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഹോർമോൺ എന്ന് പറയും. ആൻഡ് ഇവിടെ സെക്രീഷൻസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ എല്ലാത്തിലും പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ബൈ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ്. സോ ഫീഡ്ബാക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടെങ്കിൽ അത് ഹൈപ്പോതലാമസിലെത്തും. ആ വിവരം ഹൈപ്പോതലാമസിൽ നിന്ന് ആന്റി പിറ്റ്യൂട്ടറി, FSH, then ടെസ്റ്റിക്കുലർ. സോ ദിസ് ഈസ് ബൈ ഫീഡ്ബാക്ക്. ഇനി ടെസ്റ്റോസ്റ്റിറോൺ എവിടെ ഏതെല്ലാം വഴികളിലൂടെ പ്രവർത്തിക്കുന്നു, എന്തെല്ലാമാണ് പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ നമുക്ക് മെറ്റബോളിസം ഒന്ന് അറിയാം. സോ ടെസ്റ്റോസ്റ്റിറോൺ നമ്മുടെ കയ്യിലുണ്ട്. ഈ ടെസ്റ്റോസ്റ്റിറോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ഒന്ന് അരോമാറ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. വഴി ദിസ് ഈസ് കൺവേർട്ടഡ് ഇൻടു ഈസ്ട്രോജൻ ആയിട്ട് മാറുന്നു. ഈസ്ട്രാഡയോൾ ആയിട്ടാണ് മാറുന്നത്. സോ ഈസ്ട്രോജൻ അവയുടെ ഈസ്ട്രോജൻ റിസപ്റ്ററിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അതിന്റെ ആക്ഷൻസ് ഒക്കെ. സോ രണ്ട് പ്രധാനപ്പെട്ട ആക്ഷൻസ്, ഒന്ന് ബോണിലാണ്, എല്ലുകളിൽ. ഒന്ന് എപ്പിഫൈസിയൽ ഫ്യൂഷൻ ആണ്. എപ്പിഫൈസിയൽ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ബോണിന്റെ വളർച്ച അവിടെ വെച്ച് അങ്ങ് നിൽക്കുകയാണ്. എപ്പിഫൈസിയൽ ഫ്യൂഷൻ ഓഫ് ബോൺസ് ആണ്. രണ്ട്, ഈ ബോണിന്റെ ഇൻക്രീസ്ഡ് മിനറൽ ഡെൻസിറ്റി അല്ലെങ്കിൽ ബോൺ മിനറൽ ഡെൻസിറ്റി എല്ലുകൾക്ക് ബലവും ആരോഗ്യവും ഒക്കെ കൂടുതലാക്കുന്നതാണ് ഒരു തരം ആക്ഷൻ. രണ്ടാമത്തെ ആക്ഷൻ ഇൻക്രീസ്ഡ് ലിബിഡോ ആണ്. സെക്ഷുവൽ ഡിസയർ കൂട്ടുക, അതാണ് ഒരു ആക്ഷൻ. സോ ഇതെല്ലാം ഈസ്ട്രോജൻ ആയിട്ട് മാറിയിട്ട് പ്രവർത്തിക്കുന്ന ആക്ഷൻസ് ആണ്. ഈ രണ്ടാമത്തെ ആക്ഷൻ ടെസ്റ്റോസ്റ്റിറോൺ നേരിട്ട് ടെസ്റ്റോസ്റ്റിറോണിന്റെ ആൻഡ്രോജൻ റിസപ്റ്ററിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആക്ഷൻസ് ആണ്. ഒന്ന് ഇന്റേണൽ ജെനിറ്റാലിയയുടെ ഡെവലപ്മെന്റ് ആണ്. ഇന്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുമ്പോൾ അത് അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ അതിന്റെ എപ്പിഡിഡമിസ്, സെമിനൽ വെസിക്കിൾസ്, വാസ് ഡെഫറൻസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ വേണം. അതാണ് ഇന്റേണൽ ജെനിറ്റാലിയൽ ഡെവലപ്മെന്റ് വേണ്ടത്. രണ്ടാമത്തത് സ്കെലിറ്റൽ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. സ്കെലിറ്റൽ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ടെസ്റ്റോസ്റ്റിറോൺ ആക്ഷൻ ഉണ്ട്. മെസ്കുലാർ ഓർ മെസ്കുലൈൻ ഫീച്ചേഴ്സിന്റെ ഡെവലപ്മെന്റ്. ദെൻ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നതിൽ. ദെൻ എറിത്രോപോയിസിസ് എന്ന് വെച്ചാൽ ബ്ലഡ് കൂടുതൽ ഉണ്ടാവും, RBC കൂടുതലായിട്ട് ഫോം ചെയ്യുക എന്ന് നമുക്ക് പറയാം. സോ ഇതിന്റെ ഡെവലപ്മെന്റും സഹായിക്കും. ദെൻ ഓൾസോ ഇൻ ലിബിഡോ, പിനൈൽ ഇറക്ഷൻ, സ്പെർമാറ്റോജെനിസിസ്, ലിബിഡോ, ഈ കാര്യത്തിലൊക്കെ ടെസ്റ്റോസ്റ്റിറോണിന് നേരിട്ട് റോൾ ഉണ്ട്. ഇനി ടെസ്റ്റോസ്റ്റിറോൺ 5-ആൽഫ റിഡക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം, 5-ആൽഫ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടു കൂടി ഉണ്ടാവുന്നതാണ് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ. സോ ദിസ് ടെസ്റ്റോസ്റ്ററോൺ, ഇതാണ് ദ മോസ്റ്റ് ആക്റ്റീവ് ഫോമും ഇതാണ് മോസ്റ്റ് പൊട്ടന്റ് ഫോം ഓഫ് ടെസ്റ്റോസ്റ്ററോണും ഇത് തന്നെ. ആൻഡ് ഇതിന്റെ ആക്ഷൻസ് കൂടുതലായിട്ടും എക്സ്റ്റേണൽ ജെനിറ്റാലിയയുടെ ഡെവലപ്മെന്റ് ആണ്. സ്ക്രോട്ടം, പെനിസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിലാണ് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോണിന് കൂടുതൽ റോൾ. ആൻഡ് പിന്നെ ബാക്കിയുള്ളത് മെയിൽ ബിഹേവിയർ, പുരുഷന്റെ സ്വഭാവം വരിക. ദെൻ സ്കിന്നിനകത്ത് കൂടുതലായിട്ട് സെബം സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലാവുമ്പോൾ ആക്നി, മുഖക്കുരുവൊക്കെ വരുന്നത് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ മൂലമാണ്. ദെൻ മൂന്നാമതായിട്ടുള്ള ഫംഗ്ഷൻ, മുഖത്തും മറ്റും കൂടുതൽ ഹെയർ ഗ്രോത്ത്, രോമ വളർച്ച
മുഖത്ത് വരുന്നത് ഹെയർ ഗ്രോത്ത്. ആൻഡ് ഇത് പെൺകുട്ടികളിൽ വന്നാലോ, പെൺകുട്ടികളിൽ അങ്ങനെ കൂടുതലായി കഴിഞ്ഞാൽ അതിനാണ് ഹെർസ്യൂട്ടിസം എന്ന് പറയുന്ന രോഗമായിട്ട് മാറുന്നത്. അമിത രോമ വളർച്ച എന്ന് നമ്മൾ വിളിക്കും. മുഖത്തുള്ള രോമ വളർച്ചയെ കുറിച്ചിട്ടാണ് പറയാ. ഇനി വയസ്സായി കഴിയുമ്പോഴത്തേക്കും വെൻ ബിക്കം ഏജ്ഡ് ആകുമ്പോഴത്തേക്കും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കൂടുതലായിട്ട് ഹൈപ്പർപ്ലാസിയ ഉണ്ടാകും. അപ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്ന ഒരു അസുഖം. അപ്പോൾ അതും ഡൈഹൈഡ്രോടെസ്റ്റോസ്റ്റിറോൺ മൂലം ഉണ്ടാകുന്നതാണ്. മറ്റൊരു പ്രശ്നം മെയിൽ പാറ്റേൺ ബാൾഡ്നെസ്, കഷണ്ടി ഉണ്ടാവുക. സോ ഇത് സ്ത്രീകളിലും ഉണ്ടാകാം. സോ ടെസ്റ്റോസ്റ്റിറോൺ ആയിട്ട് വർക്ക് ചെയ്യും, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ആയിട്ടും. സോ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട നാച്ചുറൽ ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ്. ഇനി ഈ ടെസ്റ്റോസ്റ്റിറോൺ നമ്മുടെ ലിവറിലെത്തി കഴിയുമ്പോഴത്തേക്കും ഇത് വേഗത്തിൽ നശിച്ചു പോകും. റാപ്പിഡ്ലി മെറ്റബോളൈസ്ഡ് ആണ്. റാപ്പിഡ്ലി മെറ്റബോളൈസ്ഡ് ഇൻറ്റു ഇനാക്റ്റീവ് മെറ്റബോളൈറ്റ്സ് ആയിട്ട് മാറുന്നു. ഒരു 7 to 10 മിനിറ്റ് വരെയൊക്കെ ഉള്ളൂ നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ ഓറലായിട്ട് കൊടുത്തു എന്ന് വിളിക്കുക. ഗുളിക 10 മിനിറ്റ് നശിച്ചും. ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ടെസ്റ്റോസ്റ്റിറോൺ ഓറലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം മൂലം ഫലം കുറവായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ കൊടുക്കാവുന്നത് പ്രയോജനം കിട്ടണമെങ്കിൽ, ഗുണം കിട്ടണമെങ്കിൽ, നമുക്ക് ലിവറിൽ നിന്ന് ഒഴിവാക്കി നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഡെർമൽ റൂട്ടിലൂടെ നമുക്ക് ഇത് കൊടുക്കാം. അപ്പൊ ലിവറിലെ ഫസ്റ്റ് പാസ് മെറ്റബോളിസം നമുക്ക് ഒഴിവാകും. അപ്പൊ ഇങ്ങനെ മെറ്റബോളൈസ് ചെയ്യുന്നതുകൊണ്ട് ഓറലി കൊടുക്കുന്നത് ലിവറിനും ദോഷകരമാണ് എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കി. അപ്പോ മരുന്നായിട്ട് നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ എങ്ങനെ കൊടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ മരുന്നായിട്ട് സിന്തറ്റിക് ടെസ്റ്റോസ്റ്റിറോൺ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നാച്ചുറൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഒന്ന് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ തന്നെയാണ്. 2 ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ നമ്മൾ പറഞ്ഞു. 3 അഡ്രിനൽ കോർട്ടെക്സിൽ നിന്നുണ്ടാകുന്ന ലോ പൊട്ടൻ ടെസ്റ്റോസ്റ്റിറോൺ. അത് മരുന്നായിട്ട് ഇപ്പോൾ കുട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. സോ ഇത് രണ്ടുമാണ് നാച്ചുറൽ. അപ്പോൾ ഇനി നമുക്ക് സിന്തറ്റിക്കിനെ കുറിച്ച് പറയണം. അതിനു മുമ്പ് നമ്മൾ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ആൻഡ്രോജൻ റിസപ്റ്റർ വഴിയാണെന്ന് പറഞ്ഞു. ആൻഡ്രോജൻ റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ ഓർ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് റിസപ്റ്റർ ആണ്. ന്യൂക്ലിയർ റിസപ്റ്റർ എന്ന ഹെഡിങ്ങിൽ നമ്മൾ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാച്ചുറൽ ടെസ്റ്റോസ്റ്റിറോൺ കണ്ടു. അപ്പോൾ ഇനി സിന്തറ്റിക് പറഞ്ഞാൽ ഒന്ന് സിന്തറ്റിക്, അതിലെ ഒരെണ്ണം ഈസ് എസ്റ്ററിഫൈഡ് ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ പറയുക. എവിടെയാണ് എസ്റ്ററിഫിക്കേഷൻ നടത്തുക? 17 ബീറ്റ പൊസിഷനിൽ എസ്റ്ററിഫിക്കേഷൻ നടത്തുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ടെസ്റ്റോസ്റ്റിറോൺ അൺഡെക്കാനോയേറ്റ് ആണ് ഒരെണ്ണം, അൺഡെക്കാനോയേറ്റ്. ദെൻ ടെസ്റ്റോസ്റ്റിറോൺ ഇനാൻതേറ്റ് എന്ന് പറയുന്ന ഒരു മരുന്ന് നമുക്ക് കിട്ടും. ദെൻ വീണ്ടും ടെസ്റ്റോസ്റ്റിറോൺ സൈപിയോണേറ്റ് എന്ന് പറയുന്നതും നമുക്ക് കിട്ടും. ഇതെല്ലാം ഓൾ ദീസ് ആർ ഓയിലി പ്രിപ്പറേഷൻസ് ആണ്. നമ്മൾ IM ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കണം. സോ IM ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് കരളിലേക്ക് പെട്ടെന്ന് എത്തുന്നില്ല. ഇത് അബ്സോർബ് ചെയ്യുന്നത് ലിംഫാറ്റിക്സ് വഴിയാണ്. അതുകൊണ്ട് ഫസ്റ്റ് പാസ് മെറ്റബോളിസം നമ്മൾ എസ്കേപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് പാസ് മെറ്റബോളിസം കുറവാകുമ്പോൾ ഗുണം കൂടുതൽ നേരം നിൽക്കും. പിന്നെ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഈ 17 പൊസിഷനിൽ തന്നെയാണ്. 17 പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് പിടിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു. അപ്പൊ ഇത് ഗുളികയാണ് അല്ലെങ്കിൽ ഓറലായിട്ടും ഉപയോഗിക്കാവുന്ന സംഭവങ്ങളാണ്. ഏതെല്ലാമാണ്? ഒന്ന് മീഥൈൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ്, വേറെണ്ണം ഫ്ലൂ ഓക്സി ടെസ്റ്റോസ്റ്റിറോൺ. പക്ഷെ ഇതിന്റെ പ്രശ്നം ഇപ്പം എന്തായിരിക്കും? അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ കരലെത്തുമ്പോൾ കരൾ ദോഷങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കാം. സോ കോളിസ്റ്റാറ്റിക് ജോണ്ടിസ് പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കാം. ദെൻ വേറെ ഒരു മരുന്ന് എന്ന് പറയുന്നത് മെസ്റ്ററോലോൺ ആണ്. വേറെണ്ണം ടെസ്റ്റോസ്റ്റിറോൺ അൺഡെക്കോനേറ്റും നമുക്ക് ഓറലായിട്ട് ഗുളികയായിട്ട് ഉപയോഗിക്കാറ്. ഇതൊക്കെയാണ് 17 ആൽക്കൈൽ ഓർ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് വൺസ്, ഓറലാണ്. ഇനി സിന്തറ്റിക്കിലെ മൂന്നാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുക അനബോളിക് സ്റ്റിറോയിഡ്സ് എന്നാണ്. എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണ്, നമ്മൾ പഠിക്കുന്ന ടെസ്റ്റോസ്റ്റിറോണിന് 2 തരം ആക്ഷൻ ആണ്. ഒന്ന് ഹോർമോണിക് ലൈക്ക് ആക്ഷൻ ഉണ്ട്, രണ്ടാമത്തെ അവയ്ക്ക് മസിൽ ബിൽഡിംഗ് ആക്ഷൻ ഉണ്ടെന്ന് പറയും. സോ ഈ മസിൽ ബിൽഡിംഗ് ആക്ഷൻ ആണ് നമ്മൾ അനബോളിക് ആക്ഷൻ എന്ന് പറയാം. നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ഇത് രണ്ടും 1:1 ആണ്, തുല്യമാണ്. പക്ഷെ ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് ഡ്രഗുകൾക്ക് അവയ്ക്ക് അനബോളിക് ആക്ഷൻ കൂടുതലാണ്. സോ മോർ അനബോളിക് ആക്ഷൻ ആണ്, 1:1 അല്ല. ഇത് കൂടുതലും ഇത് കുറവുമായിരിക്കും. അതുകൊണ്ട് മസിൽ ബിൽഡിംഗ് ഓർ അനബോളിക് ആക്ഷൻസ് അത് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ഇവയെ അനബോളിക് സ്റ്റിറോയിഡ്സ് എന്നാണ് വിളിക്കുക. സോ ഗുളികയായിട്ടും ഇഞ്ചക്ഷനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട്. ഒരു മരുന്ന് എന്ന് പറയുന്നത് നാൻട്രോലോൺ ഒരു 19 ടെസ്റ്റോസ്റ്റിറോൺ ഡെറിവേറ്റീവ് ആണ്. കെമിക്കലി ഒരു വ്യത്യാസമുണ്ട്. ആൻഡ് ഇത് തന്നെ നാൻട്രോലോൺ പ്രൊപ്പിയോണേറ്റ് ഉണ്ട്, നാൻട്രോലോൺ ഡെക്കനോയേറ്റ് ഉണ്ട്. സോ ഇത് നമ്മൾ കൊടുക്കുക ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുക. സോ ദിസ് ഈസ് ഗിവൺ ആസ് ഇഞ്ചക്ഷൻ. മറ്റുള്ളവ വേറെ കുറെ ഉള്ളത് 17 ആൽഫ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. ഇത് നമ്മൾ അധികം ഗുളികയായിട്ടാണ് കൊടുക്കുക. ഉദാഹരണത്തിന് മെത്താൻ ഡൈഇനോൺ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ ഓക്സിമെത്താലോൺ എന്നാണ്
രണ്ടാമത്തെ മരുന്നിന്റെ പേര്. ദെൻ പിന്നെ ഉള്ളത് ഓക്സാൻഡ്രോലോൺ, പിന്നെ ഉള്ളത് സ്റ്റാനസോലോൾ എന്ന് പറയുന്നതും ഇതെല്ലാം അനബോളിക് സ്റ്റിറോയിഡ്സ്. ഇനി അനബോളിക് സ്റ്റിറോയിഡ്സിൽ തന്നെ പെടുത്താവുന്ന വേറൊരു മരുന്ന് കൂടിയുണ്ട്. അതിനെ നമുക്ക് മിക്സഡ് ആക്ടിംഗ് ഡ്രഗ് എന്ന് വിളിക്കാം. മിക്സഡ് ആക്ടിംഗ് ഡ്രഗ് എന്ന് വിളിക്കാൻ കാരണം ആ മരുന്നിന്റെ പേര് പറയാം, ദാറ്റ് ഈസ് ഡാനസോൾ എന്ന് പറയുന്ന മരുന്ന്. ഈ മരുന്നിന് നമ്മളിവിടെ പറയുന്ന ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ആൻഡ്രോജനിക് ആക്ഷൻ ഉണ്ട്. സോ ആൻഡ്രോജനിക് ആക്ഷൻസ് ആർ പോസിറ്റീവ് ആണ്. ദെൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രൊജസ്റ്ററോൺ പോലുള്ള തരം ആക്ഷൻസ് ഉണ്ട്. സോ ദിസ് ഓൾസോ പ്രൊജസ്ട്രോൺ ആണ് മരുന്ന്. ആൻഡ് ഇനി മൂന്നാമത്തെ ആക്ഷൻ, ദേ ഹാവ് ആന്റി ഈസ്ട്രോജനിക് ആക്ഷൻസ് ഉണ്ട്. ആന്റി ഈസ്ട്രോജനിക് ആക്ഷൻ, ഈസ്ട്രോജനെതിരായിട്ടും പ്രവർത്തനമുണ്ട്. സോ 3 തരം ആക്ഷൻ ഉള്ള ഒരു മരുന്നാണ് ഡാനസോൾ എന്ന് പറയുന്ന മരുന്ന്. സോ അത് ആന്റി ഈസ്ട്രോജനിക് ആക്ഷൻ ഉള്ളതുകൊണ്ട് സ്ത്രീകളിൽ കുറച്ച് ഉപയോഗങ്ങൾ കൂടുതലുണ്ടാവും. സോ ഇത്രയും മരുന്നുകളാണ് നമുക്ക് ആൻഡ്രോജൻസ് എന്ന് പറയാം. അപ്പൊ നാച്ചുറൽ നമ്മൾ പറഞ്ഞു, ദെൻ ദീസ് ഓൾ ആർ സിന്തറ്റിക് ആണ്. അപ്പൊ ഈ ഹോർമോണിന്റെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ യൂസസ് എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാം. അപ്പൊ 2 കാര്യങ്ങൾക്കാണ് ബേസിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഒന്ന് റീപ്ലേസ്മെന്റ് ആണ്. റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറവാണ്, അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു. 2 എന്തെങ്കിലും കാര്യത്തിന് തെറാപ്യൂട്ടിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സോ അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് യൂസ്, ഫങ്ഷണൽ ലോ ലെവൽസ് ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ. ലോ ലെവൽ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ ഉള്ള കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്കതിനെ ഹൈപ്പോഗോണാഡിസം എന്ന് ഹൈപ്പോഗോണാഡിസം സ്റ്റേറ്റ്, ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ കുറവാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്ടാകാം, ഡിലേഡ് പ്യൂബർട്ടി, കുട്ടിയിൽ പ്രായപൂർത്തിയാവൽ സമയമെടുക്കുന്നു, വൈകുന്നു, പ്രായപൂർത്തിയാകുന്നില്ല. പിറ്റ്യൂട്ടറി ഫംഗ്ഷൻ കുറവ് മൂലം ടെസ്റ്റോസ്റ്റിറോൺ ഇല്ലാത്ത സമയത്ത് നാച്ചുറൽ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ നമുക്ക് കൊടുക്കാം. ട്രാൻസ്ഡെർമൽ പാച്ച് ആണെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും. അല്ലെങ്കിൽ മറ്റ് ഡെറിവേറ്റീവ്സ് നമുക്ക് കൊടുക്കാം. ഇതാണ് ഒരു യൂസ്. രണ്ടാമത്തെ യൂസ്, അനബോളിക് എഫക്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അനബോളിക് എഫക്റ്റ് വേണമെങ്കിൽ നമുക്ക് അനബോളിക് മരുന്നുകളായിട്ടുള്ള അനബോളിക് സ്റ്റിറോയിഡുകൾ പോലെയുള്ളവ കൊടുക്കേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻക്രീസ്ഡ് മസിൽ മാസ്, ഇൻക്രീസ്ഡ് മസിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് കണ്ടീഷനിലാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഏജ് രോഗികൾ. സോ അവരിൽ മസിൽ വേസ്റ്റിംഗ് ഉണ്ട്, വേസ്റ്റിംഗ് ഓഫ് മസിൽസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് അവയെ കാച്ചക്സിയ സ്റ്റേറ്റ്സ് ഇൻ ക്യാൻസർ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ദേ ഹാവ് നെഗറ്റീവ് നൈട്രജൻ ബാലൻസ്, അത് കുറയ്ക്കണം. അനബോളിക് എഫക്റ്റ് കൂടുതലാക്കണം. ഇപ്പൊ എന്തിലൊക്കെ കണ്ടീഷൻസിൽ വരാം? സിവിയർ ട്രോമയിൽ കിടക്കുന്ന ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻസ്, സിവിയർ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർ, ക്യാൻസർ, കാറ്റക്സിയ, പോസ്റ്റർടെക്സിയ. സോ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കണ്ടീഷനിലും മസിലിന്റെ മാസ് കൂട്ടാനായിട്ട് അനബോളിക് എഫക്റ്റിന് വേണ്ടി നമുക്ക് ഈ മരുന്നുകൾ ഉപയോഗിക്കാം. ഇനി മറ്റൊരു ഉപയോഗം ഇത് ഉപയോഗിക്കുന്നത് ഹെറിഡിറ്ററി ആൻജിയോ ന്യൂറോട്ടിക് എഡീമ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ ഉപയോഗിക്കുക. ആൻജിയോ എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസിലാണ്. ഹെറിഡിറ്ററി ആൻജിയോ ന്യൂറോട്ടിക് എഡീമ, ആൻഡ് ഇത് ബ്ലഡ് വെസൽസ് ബിക്കം ലീക്കി, സ്വെല്ലിങ്സ് ഉണ്ടാകുന്നു. സോ ഇതുണ്ടാവാൻ കാരണം ബിക്കോസ് ഓഫ് ബ്രാഡികൈനിൻ എന്ന് പറയുന്ന സംഭവം കൂടുന്നത് കൊണ്ടാണ്, വർദ്ധിക്കുന്നതുകൊണ്ടാണ് ഇതുണ്ടാവുക. ആൻഡ് ബ്രാഡികൈനിൻ വർദ്ധിക്കാൻ കാരണം C1 എസ്റ്ററേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ശരിയായിട്ട് വർക്ക് ചെയ്യാത്തത് മൂലമാണ്, അല്ലെങ്കിൽ അതിന്റെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. ജനിതകപരമായിട്ടുള്ള തകരാറാണ്. സോ ഇൻ മൈൽഡ് കേസസിൽ നമുക്ക് ചെയ്യാൻ പറ്റുക ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള മരുന്നുകൾ. ഉദാഹരണം വേണമെങ്കിൽ ഡാനോസോൾ കൊടുക്കാം, സ്റ്റാനോസോലോൾ കൊടുക്കാം, മീഥൈൽ ടെസ്റ്റോസ്റ്റിറോൺ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ എൻസൈമിനെ അങ്ങോട്ട് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രശ്നം പരിഹരിക്കും. പക്ഷേ സിവിയർ കേസിലൊക്കെ ആണെങ്കിൽ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇത് തന്നെയാണ്. C1 എസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈം തന്നെ മരുന്നായിട്ട് ഇപ്പോൾ ലഭ്യമാണ്. ഇനി മറ്റുപയോഗങ്ങൾ, ഉദാഹരണത്തിന് നമുക്ക് റിഫ്രാക്ടറി അനീമിയ മറ്റു മരുന്നൊന്നും കൊടുത്തിട്ട് അനീമിയ മാറുന്നില്ല. RBC അല്ലെങ്കിൽ എറിത്രോപോയിസിസ് വർദ്ധിപ്പിക്കാൻ. ദെൻ ഈസ്ട്രോജൻ കൊടുത്തിട്ടും നടക്കാത്ത ഓസ്റ്റിയോപോറോസിസ് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ സാധാരണ രീതിയിൽ അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല, ഉപയോഗം കുറവാണ്. ഇനി നമുക്ക് ഡാനസോൾ എന്ന് പറയുന്ന മരുന്ന്, ഡാനസോൾ എന്ന് പറയുന്ന മരുന്ന്, ഇതിന്റെ ആക്ഷൻസ് അല്ലെങ്കിൽ ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്തൊക്കെ ഫലം ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതിന് ആൻഡ്രോജനിക് ആണ്, ആൻഡ്രോജനിലാണ് നമ്മൾ പറയാ. സോ ദിസ് ഇസ് ആൻഡ്രോജനിക് ഫലമുണ്ട്. പ്രൊജസ്റ്റോജനിക് ആണ്, പ്രൊജസ്റ്ററോൺ പോലെയുള്ള ഫലവും ഉണ്ട്. ഈ 2 ഫലമുണ്ട്. പക്ഷെ ഇല്ലാത്തത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഫലം ഇതിനുള്ളത് ആന്റി ഈസ്ട്രോജനിക് ആണ്. ഈസ്ട്രോജന് എതിരായിട്ടുള്ള ഫലം ഉള്ളത് മൂലം നമ്മളിത് ഉപയോഗിക്കാവുന്നത്. ഈസ്ട്രോജൻ എവിടെയെങ്കിലും കൂടി നിൽക്കുന്നത് മൂലം പ്രശ്നങ്ങളുണ്ട്
ഉണ്ടെങ്കിൽ അത്തരം സമയങ്ങളിൽ അതിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ കുറയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കും, ആക്ഷൻസ് തടയാനായിട്ട്. അപ്പോൾ ഉപയോഗിക്കുന്നത് 1 in endometriosis. എൻഡോമെട്രിയോസ് എന്താണെന്നൊക്കെ നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. സോ ഇവിടെ നമുക്ക് ഈ സംഭവം ഉപയോഗിക്കാം. ദെൻ എൻഡോമെട്രിയോസിൽ തന്നെ ഈസ്ട്രോജനിക് ആക്ഷൻസ് തടയാനായിട്ടാണ് നമ്മൾ പറ്റുക. ദെൻ എക്സസീവ് മെൻസ്ട്രൽ ബ്ലീഡിങ്, എക്സസീവ് ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തടയാനായിട്ട് പറ്റാം. മെനോറിയയിൽ പറ്റും, മെനോറിയ. ദെൻ മറ്റൊരു ഉപയോഗം ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് ഡിസീസ് ആണ്. ബ്രസ്റ്റിൽ ഉണ്ടാവുന്ന ഫൈബ്രിക് അല്ലെങ്കിൽ സിസ്റ്റ്, ഫൈബ്രോസിസ് മൂലമുള്ള സിസ്റ്റുകൾ, അതിനെതിരെ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. ദെൻ ഹെറിഡിറ്ററി ആൻജിയോ എഡീമയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടെസ്റ്റോസ്റ്ററോൺ പോലെ ഉപയോഗിക്കാം. സോ ദീസ് ആർ ദ യൂസസ് ഓഫ് ഡാനോസ്. ഇനി ഈ മരുന്നുകളെല്ലാം തന്നെ നമ്മൾ പറയുന്ന എല്ലാ ആൻഡ്രോജൻസും ഫിസിക്കൽ എബിലിറ്റി ഇൻ അത്ലറ്റ്സ്, ട്രെയിനിങ്, അതിനൊക്കെ ചേർത്ത് വർദ്ധിപ്പിക്കാനായിട്ട് ദുരുപയോഗിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. സോ എക്സസൈസിങ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഈ മരുന്ന് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗമല്ല, ദാറ്റ് ഈസ് അബ്യൂസ് ആണ്. സോ ദിസ് ഈസ് നോട്ട് ഫോർ ദിസ് കണ്ടീഷൻ. ആൻഡ് ഇങ്ങനെ ഉപയോഗിക്കുന്ന അബ്യൂസ് ആണ്. ഡോപ്പ് ടെസ്റ്റിൽ ഇത് കുടുങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അത്ലറ്റ്സിൽ ഈ മരുന്നിന്റെ ഉപയോഗം ബാൻഡ് ആണ്. അപ്പൊ നമുക്ക് ഫൈനലി പറയേണ്ടത് ദോഷഫലങ്ങളാണ്. ഈ മരുന്നുകൾ ആൻഡ്രോജൻസ് ആണ്. ആൻഡ്രോജൻസ് ആൻഡ് അനബോളിക് സ്റ്റിറോയിഡ്സിന്റെ ദോഷഫലങ്ങൾ നമ്മൾ ആദ്യം ഫീമെയിൽസിൽ ഈ മരുന്നുകൾ കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോജനിക് മരുന്നാണ്. ആൻഡ്രോജൻ എക്സസ് ഉണ്ടാകും അല്ലെ, പുരുഷ ഹോർമോണിന്റെ ഫലങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അതുമൂലമുള്ള PCOS, PCOD അങ്ങനെയൊക്കെ പോലെയുള്ള പല കണ്ടീഷൻസ് ഉണ്ടാക്കാം. ഉദാഹരണം ആഗ്നി ഉണ്ടാക്കാം, ഹെർസ്യൂട്ടിസം എന്ന് പറയുന്ന അമിത മുഖത്തെ രോമവളർച്ച ഉണ്ടാക്കാം, വോയിസ് ഡീപ്പിൻ ഉണ്ടാക്കാം, ക്ലിറ്റോറിയൽ അട്രോഫി. സോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാം. ദെൻ വിറിലൈസേഷൻ ഉണ്ടാക്കാം. വിറിലൈസേഷൻ ഫീമെയിൽസിലാണ് ഉണ്ടാക്കുക. ദെൻ മെസ്കുലനൈസേഷനും ഉണ്ടാകും. പുരുഷമാന സ്വഭാവ പ്രവണതകൾ ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ദെൻ ഓൾസോ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് നമുക്ക് എഴുതാം. അതെല്ലാ ഹോർമോണൽ ഡ്രഗുകൾക്കും ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇത് ഗർഭിണിയാണെന്ന് വിചാരിക്കുക. ഗർഭിണികൾ നൽകി കഴിഞ്ഞാൽ ഗർഭിണികളിൽ അപ്പോൾ കുട്ടി ആൺകുട്ടിയാകാം, പെൺകുട്ടിയാകാം. അപ്പോൾ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നമാണ് സ്യൂഡോ ഹെർമോഫ്രോഡിറ്റിസം എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാക്കാം. ഫീമെയിൽ ചൈൽഡിലാണെങ്കിലാണ് അത് ഉണ്ടാകും. ഇനി നമ്മൾ മെയിൽ ആണുങ്ങളിൽ പുരുഷന്മാരിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകാവുന്നത് ഒലിഗോസൂസ്പെർമിയ എന്ന് വെച്ചാൽ സ്പെർമിന്റെ എണ്ണം കുറയാം, അല്ലെങ്കിൽ അസൂസ്പെർമിയ ഒട്ടും ഇല്ലാത്ത കണ്ടീഷൻ, സൂസ്പെർമിയ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാക്കാം. ഡിക്രീസ് സ്പെർം കൗണ്ട് എക്സെട്ര. സോ ഇതുണ്ടാവാൻ കാരണം എന്താണ്? ഇത് ടെസ്റ്റോസ്റ്ററോൺ ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നു വെച്ചാൽ ബിക്കോസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം മൂലമാണ്. അപ്പോഴത്തേക്കും ഡിക്രീസ്ഡ് FSH-ഉം LH-ഉം കുറയും. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുക. സ്പെർമാറ്റോജെനിസ് ഒക്കെ നടക്കണമെങ്കിൽ FSH വേണം, LH വേണം നമുക്കറിയാം. ടെസ്റ്റിക്കുലാർ അട്രോഫി ഉണ്ടാകാം, ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാം, വന്ധ്യത ഉണ്ടാക്കാം. മറ്റൊരു പ്രശ്നം പുരുഷന്മാരിൽ ഉണ്ടാക്കാവുന്നത് ഗൈനക്കോമാസ്റ്റിയ ആണ്. ഗൈനക്കോമാസ്റ്റിയ എന്ന് വെച്ചാൽ അത് ആൻഡ്രോജൻസ് ആണ്. ആൻഡ്രോജൻസ് കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ ദാറ്റ് ആൻഡ്രോജൻസ് നമ്മൾ ഈസ്ട്രോജൻ ആയിട്ട് മാറാമെന്നുള്ള കാര്യം പറഞ്ഞു. ഈസ്ട്രോജൻ കൂടുതലാവുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്. പിന്നെ ഉള്ളത് പ്രോസ്റ്റാറ്റിക് കാർസിനോമയുടെ ചാൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇത്തരം പ്രോസ്റ്റാറ്റിക് കാർസിനോമ ഒക്കെ ഉള്ള ആൾക്കാരിൽ ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി കോൺട്രാഇൻഡിക്കേറ്റ്, അവർക്ക് കൊടുക്കാനേ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രശ്നം മെയിൽ പാറ്റേൺ ബാഡ് കഷണ്ടി ഉണ്ടാക്കാം. പുരുഷന്മാരിൽ ഉണ്ടാക്കാം. ആൻഡ് ഓൾസോ സ്ത്രീകളിൽ PCOD ഒക്കെ ഭാഗമായിട്ടും കഷണ്ടി പോലുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട് നമുക്കറിയാം. ഇനി നമ്മൾ കൊടുക്കുന്നത് കുട്ടികളിലാണ്. ഇൻ ചിൽഡ്രനിൽ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ്രോജൻസ് മൂലം പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ഉണ്ടാക്കാം. പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് വെച്ചാൽ നേരത്തെ പ്രായപൂർത്തിയാകുകയാണ്. കൊച്ചുകുട്ടിയാണ്, പക്ഷെ നേരത്തെ പ്രായപൂർത്തിയാകുന്നു. അഗ്രസീവ്നെസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. മാത്രമല്ല സ്റ്റണ്ടിങ് ഓഫ് ഗ്രോത്ത് വേഗം കുറയാം, അല്ലെങ്കിൽ വളർച്ച മുരടിക്കാം എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പിഫൈസിയൽ ഫ്യൂഷൻ ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ്. സോ ഡിക്രീസ്ഡ് ഹൈറ്റ് ഒക്കെ ഉണ്ടാക്കാം. ദെൻ ഗുളിക ഓറലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു 17 ആൽഫ ഡെറിവേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ കോളിസ്റ്റാറ്റിക് ജോണ്ടിസ് അല്ലെങ്കിൽ കരൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ ഇത് ലോങ് ടേം ആയിട്ടൊക്കെ കൊടുക്കുമ്പോഴാണ് ഇത് ഉണ്ടാവുക എന്ന് ഓർക്കുക. ഹെപ്പാറ്റിക് കാർസിനോമയുടെ ചാൻസ് വർദ്ധിപ്പിക്കാം. ദെൻ ഈ മരുന്നുകൾ LDL വർദ്ധിപ്പിക്കും. ദെൻ ട്രൈഗ്ലിസറൈഡ് വർദ്ധിപ്പിക്കും, പക്ഷേ HDL കുറയ്ക്കും. നല്ല കാര്യം കുറയ്ക്കുന്നു എന്നുള്ളതാണ്. സോ കൊളസ്ട്രോൾ അല്ലെ, പുരുഷന്മാരിലെ മെയിൻ പ്രശ്നം അതാണ്. പുരുഷന്മാരിലെ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ഒക്കെ കൂടാൻ കാരണം ഇവരുടെ കൊളസ്ട്രോൾ പ്രൊഫൈലിൽ ഇത് ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. സോ അത് വർദ്ധിപ്പിക്കുന്നു. ഇനി മരുന്ന് പുരുഷന്മാരിലൊക്കെ കൊടുത്തു തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ കൂടുതലായിട്ട് ഇപ്പോൾ സസ്റ്റൈൻഡ് ആൻഡ് പെയിൻഫുൾ ഇറക്ഷൻസ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കാം, ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാക്കാം. പിന്നീട് അത് കുറഞ്ഞോളൂ. ദെൻ സോഡിയം വാട്ടർ റിറ്റൻഷൻ ഉണ്ടാക്കാം. മരുന്നുകളെല്ലാം തന്നെ ഡോപ്പ് ഡ്രഗ്സ് ആണെന്ന് പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആൻഡ്രോജൻസ് ആൻഡ് അനബോളിക് സ്റ്റിറോയിഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.